പി.വി. അൻവർ രാജിവെച്ച നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിട്ട് 2.5 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംബന്ധിച്ച സൂചനകളൊന്നും തന്നെയില്ല. മണ്ഡലം ഒഴിഞ്ഞാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടം. നിയമസഭയുടെ കാലാവധി തീരാൻ 1 വർഷമേ ഉള്ളൂവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന പതിവുമില്ല. 15ാം കേരള നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി 1 വർഷവും 1 മാസവും മാത്രമാണ് ബാക്കിയായുള്ളത്. 2021 മെയ് 20-നാണ് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്നത് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റിപ്പോർട്ട് നൽകിയിരുന്നു. കാലാവസ്ഥ, പരീക്ഷകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രാദേശിക ഉത്സവങ്ങൾ എന്നിങ്ങനെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിന് തീരുമാനമെടുക്കുക. റംസാൻ നോമ്പും സ്കൂൾ പരീക്ഷകളും കഴിഞ്ഞ സാഹചര്യത്തിൽ ഏപ്രിലിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഏപ്രിലിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ തുടർന്ന് എല്ലാ മുന്നണികളിലും ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായിരിക്കുകയുമാണ്. ഇടതുപാളയം വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേക്കേറിയ പി.വി. അൻവറിനും അൻവറിന്റെ പോക്ക് മുന്നണിയെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുമുള്ള ഇടതുമുന്നണിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപോലെ തന്നെ നിർണായകമാണ്. തൃണമൂൽ കോൺഗ്രസിലൂടെ UDF-ൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന പി.വി. അൻവറിന് ഉപതെരഞ്ഞെടുപ്പ് മുന്നണി പ്രവേശനത്തിന്റെ നേരം കുറിക്കലായി മാറുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനുള്ള അപേക്ഷ പരിഗണിക്കാൻ UDF തയ്യാറായേക്കും. 3ാം വട്ടവും അധികാരം പിടിക്കാൻ കച്ചകെട്ടുന്ന CPM-നും LDF-നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഡ്രസ് റിഹേഴ്സലാകും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് അളക്കാനുള്ള അവസരമെന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് UDF-നും ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. LDF, UDF മുന്നണികൾക്കും പി.വി. അൻവറിനും നിർണായകമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയത്താണ് നിലമ്പൂർ MLA ആയ പി.വി. അൻവർ പോലീസിലെ ഉന്നതർക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ പോരാട്ടം തുടങ്ങിയത്. MLA സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി.വി. അൻവർ രാഷ്ട്രീയ കരുനീക്കങ്ങൾ സജീവമാക്കിയതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ നിലമ്പൂരിലേക്കായി. ഏപ്രിലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായതോടെ ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ നിലനിർത്തുന്നതിനായി സ്വതന്ത്ര പരീക്ഷണം നടത്താനാണ് CPM ആലോചിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്ന നിലമ്പൂർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം പി.വി. അൻവറിലൂടെയാണ് ഇടതുപക്ഷത്തേക്ക് വന്നത്. LDF സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രൻ തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അക്കാര്യം CPM നേതാക്കൾ സൂചിപ്പിക്കുന്നുമുണ്ട്. DYFI നേതാവ് P. ബഷീർ, CPM ജില്ലാ കമ്മിറ്റി അംഗമായ VM ഷൗക്കത്ത് എന്നിവരുടെ പേരുകളും പരിഗണനയിലുള്ളതായി പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലുൾപ്പെടെ പോത്തുകല്ല് സ്വദേശി M. സ്വരാജാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലക്കാരൻ. അൻവർ ഇഫക്റ്റ് നിലമ്പൂരിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് വിജയം അനിവാര്യം തന്നെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിലമ്പൂർ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത്, DCC പ്രസിഡന്റായ VS ജോയ് എന്നിവരിൽ ഒരാളായിരിക്കും സ്ഥാനാർത്ഥിയാവുക. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പി.വി. അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ പി.വി. അൻവറിന്റെ UDF പ്രവേശനത്തിന് ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് കടക്കാനുള്ള കടമ്പകളും ഏറെ തന്നെയാണ്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ പിന്തുണയും പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അൻവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പിന്തുണ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണം അൻവറിന് UDF-ലേക്ക് പ്രവേശിക്കാൻ. അത് അല്ലാത്ത പക്ഷം അൻവറിനെ സംബന്ധിച്ച് ത്രിശങ്ക സ്വർഗത്തിലേതുപോലെ തന്നെ നിലയുറപ്പിക്കേണ്ടി വരും. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോഴേക്കും UDF-ൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റുക എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. അതിനായുള്ള ഏക ഉപാധി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമാണ്.